ഹലോ കുട്ടികളെ, നമ്മളുടെ ആക്ടിവിറ്റി പുസ്തകത്തിലെ ആദ്യത്തെ ആക്ടിവിറ്റി തീർന്നിട്ടുണ്ട്. ഇനി തൊട്ട് വരുന്നത് 46-ാമത്തെ പേജിലെ ഹിന്ദിയാണ്. അപ്പൊ ഹിന്ദിയുടെ ആക്ടിവിറ്റിയെ കുറിച്ചുള്ള ഏഹ്, ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹിന്ദി തുടങ്ങുന്നത് 46-ാം പേജിലാണ്. അപ്പൊ ഹിന്ദിയുടെ തുടക്കത്തിൽ തന്നെ ഉള്ളത് ഹിന്ദി അക്ഷരമാലയാണ്. ഇനിയും പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ തന്നെ എന്ത് ചെയ്യാം, സ്വന്തമായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദിയിൽ ഈ ഒരു അക്ഷരമാല അവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്ഷരമാല അറിയാത്ത കുട്ടികളെ കൊണ്ട് ബാക്കിയുള്ള ആക്ടിവിറ്റികൾ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ആദ്യം തന്നെ ഈ അക്ഷരമാല കൃത്യമായിട്ട് അവരെയും കൊണ്ട് എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. എത്ര പ്രാവശ്യമാണ് എഴുതി വെക്കേണ്ടത് അത് നിങ്ങൾ തന്നെ ഒരു കണക്ക് വെച്ചിട്ട് ആ കുട്ടി ഹിന്ദി വായിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ വേണം ചെയ്യാൻ. വെറുതെ ഈ ആക്ടിവിറ്റി പുസ്തകം എഴുതിയിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ അക്ഷരമാലയിൽ നിന്ന് തൊട്ടിട്ടാണ് നമ്മുടെ ആക്ടിവിറ്റി പുസ്തകത്തിൽ ഹിന്ദിയുടെ പാഠഭാഗം തുടങ്ങുന്നത്. അപ്പൊ അതിനുള്ള അക്ഷരമാലയാണ് 46-ാം പേജിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് 47-ാമത്തെ പേജില് അക്ഷരമാലയോടുകൂടെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഹിന്ദിയുടെ ചിഹ്നങ്ങൾ എന്ന് വെച്ചാൽ ആ എന്നുള്ളതിന്റെ ചിഹ്നം, ഇ എന്നുള്ളതിന്റെ ചിഹ്നം, അതുപോലെ എല്ലാ സ്വരക്ഷരങ്ങളുടെ ചിഹ്നങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കുട്ടിക്ക് അറിയുമെന്ന് ഉറപ്പുവരുത്തത് രക്ഷിതാക്കളുടെ കടമയാണ്. പിന്നെ ഈ 47-ാം പേജിലെ രണ്ടാമത്തെ സെക്ഷനിലാണ് നമ്മുടെ വർക്കുകൾക്കുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ വർക്ക് എന്ന് പറയുന്നത് വിഭക്തി പ്രത്യയങ്ങളെ കുറിച്ചിട്ടാണ്. ഈ വിഭക്തി പ്രത്യയങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ വാക്കുകളെ വിളിക്കുന്ന പേരാണ് ഈ വിഭക്തി പ്രത്യയം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു സ്ഥലത്തിൽ നിന്ന്, ഉദാഹരണം പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് എന്നുള്ള വാക്ക്, ഇപ്പൊ വീട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ വീട്ടിൽ നിന്ന് എന്നുള്ള വാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്നുള്ള വാക്ക് അറിയുന്നത് എവിടെ നിന്നാണ്? മൂന്നാമത്തതായിട്ടുള്ള സേ എന്നുള്ള സംഭവത്തിൽ നിന്നാണ്. അപ്പോ വീട്ടിൽ നിന്ന് എന്ന് നമ്മൾ പറയേണ്ടത് ഗർസെ. അങ്ങനെ കണക്ട് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളാണ് നമ്മുടെ വിഭക്തി പ്രത്യയങ്ങളിൽ വന്നിട്ടുള്ളത്. ഈ താഴെ തന്നിട്ടുള്ള ഓരോ വിഭക്തി പ്രത്യയങ്ങളും യൂസ് ചെയ്തിട്ട് ഉള്ള ഹിന്ദി സെന്റൻസുകളാണ്. അപ്പൊ അതുപോലത്തെ സെന്റൻസുകൾ ഉണ്ടാക്കാനാണ് നമ്മുടെ ആക്ടിവിറ്റി ഉള്ളത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ തന്ന വർക്കുകളിൽ മുകളിൽ തന്ന എക്സാമ്പിളുകളിൽ എന്തില്ല, ക, കി, കെ എന്നീ 3 വിഭക്തി പ്രത്യയങ്ങളെ കുറിച്ചിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ അർത്ഥങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതെന്ത് ചെയ്യുക, ആ ക വെച്ചിട്ടൊരു സെന്റൻസ്, കി വെച്ചിട്ടൊരു സെന്റൻസ്, കെ വെച്ചിട്ടൊരു സെന്റൻസ്, അത് കുട്ടികൾ കൃത്യമായിട്ട് അറിയുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെന്റൻസ് ആക്കാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, ആ ബാക്കിയുള്ള വിഭക്തി പ്രത്യയങ്ങളും, ആ വിഭക്തി പ്രത്യയങ്ങളിൽ നിന്ന് എല്ലാ വിഭക്തി പ്രത്യയങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി അതിന് ഓരോ സെന്റൻസ് വീതം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം 48-ാമത്തെ പേജിലെ രണ്ടാമത്തെ ആ ഒരു ബോക്സ് ഫില്ല് ചെയ്യാൻ. ഇത്രയും കാര്യമാണ് നമ്മുടെ ഹിന്ദിയിലെ ആദ്യത്തെ ആക്ടിവിറ്റിയിൽ തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ രണ്ടാമത്തെ ആക്ടിവിറ്റി, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൊണൗൺസ് അഥവാ സർവനാമം എന്ന് പറയും. ഇപ്പൊ സർവനാമത്തിൽ നമുക്കൊരു 10-14ഓളം സർവനാമങ്ങളുണ്ട്. അപ്പൊ ഈ സർവനാമങ്ങളെല്ലാം കുട്ടികൾ എഴുതി പഠിക്കണം. എഴുതി പഠിച്ച് എല്ലാ സർവനാമങ്ങളും കുട്ടികൾക്ക് അറിയുമെന്ന് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഇവിടുന്ന് റാൻഡം ആയിട്ട് കുട്ടികളെ വിളിച്ചിട്ട് ചോദിക്കുന്നതാണ്. മാത്രമല്ല, ഈ സർവനാമങ്ങളിൽ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മേം എന്നുള്ളൊരു സർവനാമം ഇവിടെ തന്നിട്ടുണ്ട്. മേ സോ രഹാഹു എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങുന്നു എന്നുള്ള അർത്ഥം വെച്ചിട്ടുള്ള ആ മേ സോ രഹാഹു, ഞാൻ ഉറങ്ങുന്നു എന്നുള്ള അർത്ഥം വരുന്നതിന് പകരമായിട്ട് നമ്മളെ മേം വെച്ചിട്ട് വേറൊരു സെന്റൻസ് കൂടെ അവിടെ തന്നിട്ടുണ്ട്. മേം സ്കൂൾ ജാ രഹാഹു. അപ്പൊ കുട്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മേം എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് ഓൾറെഡി അറിയാം, ഞാൻ എന്നാണ്. സ്കൂൾ ജാ രഹാഹു എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ആ കുട്ടി ആ ഒരു ഫില്ല് ചെയ്യാനുള്ള പറഞ്ഞ ഭാഗത്ത് അതിന്റെ അർത്ഥമാണ് എഴുതി വെക്കേണ്ടത്. അതുപോലെ എല്ലാ സർവനാമങ്ങൾക്കും അതിന്റെ കൃത്യമായ അർത്ഥങ്ങൾ അടുത്ത പേജുകളിൽ നിങ്ങൾക്ക് തന്ന ആ മുകളിൽ തന്നുള്ള ഹിന്ദിയുടെ അർത്ഥങ്ങളാണ് നമ്മളത് എഴുതി വെക്കേണ്ടത്. മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ ഈ സർവനാമങ്ങളെല്ലാം ഉപയോഗിച്ച് കുട്ടി സ്വന്തമായിട്ട് ഹിന്ദിയിലും മലയാളത്തിലും, മലയാളം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഹിന്ദി സെന്റൻസ് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം കുട്ടി എന്ത് ചെയ്യണം, അതിന്റെ അർത്ഥം എഴുതി ആ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് കുട്ടി എഴുതി വെക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ആദ്യത്തെയും രണ്ടാമത്തെയും ആയിട്ടുള്ള ആക്ടിവിറ്റി തീർന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മളുടെ കാലങ്ങളാണ്. കാലങ്ങൾ 3 വിധത്തിലാണുള്ളത്: സിമ്പിൾ പ്രസന്റ്,
സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ആ 3 കാലങ്ങളാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി പുസ്തകത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതും ഇതുപോലെ തന്നെയാണ്. ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കഴിഞ്ഞ സർവനാമത്തിലും വിഭക്തി പ്രത്യയങ്ങളിലും വന്ന പോലെ തന്നെ ഇതിൽ വരുന്നത് ഹിന്ദി സെന്റൻസ് ഉണ്ടാക്കാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാലത്തിന്റെയും പ്രത്യേകത വെച്ചിട്ട് നമ്മളൊരു ഹിന്ദി സെന്റൻസ് ഉണ്ടാക്കണം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കേസ് ആദ്യത്തെ മേം റോസ് സ്കൂൾ ജാത്താഹും എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് താഹും എന്നുള്ള ആ ഒരു ലാസ്റ്റ് വരുന്ന രൂപത്തിൽ ഹിന്ദി സെന്റൻസ് എഴുതാനാണ്. അതിന്റെ അർത്ഥം കുട്ടി അതിന്റെ അതേപോലെ തന്നെ എഴുതണം. മാക്സിമം ഇതെല്ലാം ശ്രമിച്ചു കഴിഞ്ഞ് നമ്മളുടെ ഏറ്റവും ലാസ്റ്റ് അതിന്റെ മലയാളം എഴുതാനുണ്ടാവും. അപ്പോൾ ഒരു വലിയൊരു സെന്റൻസ്, വലിയൊരു പാരഗ്രാഫ് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കുമ്പോൾ ഈ കുട്ടിക്ക് ഒരു കൃത്യമായിട്ടൊരു മീനിങ് കിട്ടും. അപ്പൊ ആ മീനിങ് എന്താണെന്നുള്ളത് എവിടെ എഴുതണം? ആ ഒരു ബോക്സിൽ എഴുതണം. അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്ത് വരും? സിമ്പിൾ പാസ്റ്റ് വരും. സിമ്പിൾ പാസ്റ്റും അതേപോലെ തന്നെ പുതിയ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. മാത്രമല്ല പിന്നെ അത് കഴിഞ്ഞ് സിമ്പിൾ ഫ്യൂച്ചർ വരും. അതും അതുപോലെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് അതിന്റെ ചെറിയൊരു റീക്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഇത് സിമ്പിൾ പാസ്റ്റ് ആണോ, സിമ്പിൾ പ്രസന്റ് ആണോ, സിമ്പിൾ ഫ്യൂച്ചർ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ചില ഭാഗങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഏറ്റവും പിന്നെ വരുന്നത് നമ്മുടെ ആക്ടിവിറ്റി പുസ്തകത്തിൽ കുറച്ച് പേരുകൾ മുകളിൽ തന്നിട്ടുണ്ട്. ആ പേരുകളുടെ അർത്ഥം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യുക. പിന്നെ വരുന്നത് ഇതും അതുപോലെ തന്നെ അവിടെ തന്ന വാക്കുകൾ യഥാർത്ഥ വാക്കുകൾ, ഇതിന് അർത്ഥം അറിയേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികൾ വായിച്ചു നോക്കി അതിന്റെ അർത്ഥം സ്വന്തമായി മനസ്സിലാക്കണം. ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ഹിന്ദി സെന്റൻസുകളാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഓരോ ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിലേക്ക് ഏതാണോ അതിന്റെ കൃത്യമായ ചിത്രം അതിലേക്ക് വരച്ചു വെക്കലാണ് അടുത്ത ആക്ടിവിറ്റി വരുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ കുറേ നമ്പറുകളും തന്നിട്ടുണ്ട്, കുറെ അക്ഷരങ്ങളും തന്നിട്ടുണ്ട്. ഈ നമ്പറുകൾക്ക് അനുസരിച്ചിട്ട് അക്ഷരങ്ങൾ ഫില്ല് ചെയ്ത് അത് കുട്ടികൾ സ്വന്തം വായിച്ച് കേൾപ്പിക്കണം. രക്ഷിതാക്കൾക്ക് വായിച്ച് കേൾപ്പിക്കലാണ് ഈ ഒരു ടാസ്ക് വരുന്നത്. പിന്നെ വരുന്നത് അതുപോലെ തന്നെ കുറച്ച് വെർബുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളുടെ ക്രിയ എന്താ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ചെറിയൊരു ആക്ടിവിറ്റിയാണ് നമ്മൾ 61 പേജിൽ വരുന്നത്. അത് ഓരോ വെർബുകളും കൃത്യമായി നടുവിൽ അതിന്റെ ഏറ്റവും സെൻട്രൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏത് വെർബുകളാണെന്ന് കുട്ടികൾ ശരിക്കും മനസ്സിലാക്കണം. നോട്ട്ബുക്കിൽ ഇത് കൃത്യമായിട്ട് എഴുതി വെക്കും വേണം. അത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ പേര് എഴുതലാണ് നമ്മളുടെ ഈ ആക്ടിവിറ്റിയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും ആക്ടിവിറ്റികളാണ് നമ്മൾ ഹിന്ദിയിലുള്ളത്. അപ്പൊ ഈ ആക്ടിവിറ്റികളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. മാത്രമല്ല ഇതെല്ലാം നിങ്ങൾ സ്വന്തം ചെയ്യേണ്ടത്. നമുക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഈ ഒരു പുസ്തകത്തിനുള്ളിൽ തന്നെ തന്നിട്ടുണ്ട്. എന്നാൽ മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കുട്ടികൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. എല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ സ്വന്തമായി ഹിന്ദി സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ പാഠം നിർത്തുകയാണ്. നന്ദി.